നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. G20 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് തല കൺവെൻഷനും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. മാഞ്ഞൂർ BBLP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വഴിയമ്പലത്തു നടത്തിയ പ്രതിഷേധ ജ്വാലയ്ക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, MK ഷൈൻ, VR രഞ്ജിത്ത്, കോടന നാരായണൻകുട്ടി, ജോയ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളമായാലും എന്ത് കഷ്ടപ്പാടുകളായാലും അതിനെ നവീകരിച്ച് പുതിയ സുഖങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ പഞ്ചായത്ത് എന്തായാലും നമ്മുടെ പ്രതിഷേധധാര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. G20 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് തല കൺവെൻഷനും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ചാലക്കുടി നിയോജക മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PD വർഗീസ്, ജോർജ് മാർട്ടിൻ, വർഗീസ് PI, ലീന ജോൺ, ശ്രീജ ഉണ്ണികൃഷ്ണൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടകര പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്തുകളിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 4 പഞ്ചായത്തുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. വീടില്ലാത്തവർക്ക് വീട്, കുടിവെള്ള പദ്ധതി, റോഡുകളുടെ നവീകരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തീർത്ത് നീക്കിയിരിക്കു വന്നിട്ടുള്ള പഞ്ചായത്തുകളാണ് 4 പഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകളിലെ പോലെ തന്നെ നമുക്ക് കൊടകര പഞ്ചായത്തും മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കും. കൊടകര അഴകം യുവജന സംഘം വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വായനശാല കമ്മിറ്റി അംഗം V കുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാർ കാക്കനാട് ഗവൺമെന്റ് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലെ റിസർച്ച് ഓഫീസർ V ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ്, വനിതാ വേദി അംഗം അജിത സുരേഷ്, വായനശാല കമ്മിറ്റി അംഗം ഷ്ഠിത ഡെയ്ജു എന്നിവർ സംസാരിച്ചു. പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ല. കാരണം ഒരു ദിവസമാണ് അവധി കിട്ടുന്നത്. അന്ന് വീട്ടിലെ കാര്യങ്ങളും ഉള്ളത് കാരണമാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാത്തതല്ല. എന്തായാലും ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഴകം വായനശാലയുടെ വനിതാ വേദിക്ക് എൻ്റെ സ്വന്തം പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ആക്ച്വലി ഇതൊരു ഡിപ്പാർട്ട്മെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. ഞാനിവിടെ ഇങ്ങനൊരു ക്ലാസ് നടത്തിയാൽ കൊള്ളാം എന്ന് ഞാനിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് നടത്തുമെന്ന് ബാബുരാജേട്ടൻ പറഞ്ഞപ്പോൾ ഇത്ര വേഗം ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും താങ്ക് യു വെരി മച്ച്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണുന്നതാണ്. നമുക്കിപ്പോൾ ഇന്നിവിടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് ഒരു നല്ലൊരു ക്ലാസ് നടത്തുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തും നമ്മുടെ
നാട്ടുകാരിയുമായ ശ്രീമതി ശ്രീദേവി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും. ഇതിപ്പോ അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല. കാരണം നല്ലൊരു ക്ലാസ് കേൾക്കാനായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും 1-2 വാക്കുകൾ പറയാണ്. നമ്മളിപ്പോ പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. സ്റ്റാൻഡിൻ്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സുകളിലേക്കാണ് മരം വീണത്. സ്റ്റാൻഡിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് മല്ലിമരത്തിൻ്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവാക്കി. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. പുതുക്കാട് MLA KK രാമചന്ദ്രൻ്റെ 2024-25 വർഷത്തെ SDF ഫണ്ട് ഉപയോഗിച്ച് മാഞ്ഞൂർ BBLP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ രമാഭായ്, കുമാരി ശോഭന എന്നിവരെയും വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയും അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ദിവ്യ പദ്ധതി വിശദീകരണം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി രാഗേഷ്, BB അരുൺകുമാർ, OSA പ്രസിഡന്റ് KN ജയപ്രകാശ്, PTA പ്രസിഡന്റ് മനോജ് AS, ബെന്നി ചാക്കപ്പൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ ബിജു അമ്പഴക്കാടൻ, സ്കൂൾ മാനേജർ VR ഷാജി, ഹെഡ് മിസ്ട്രസ് ഷീല P എന്നിവർ സംസാരിച്ചു. സംഭവ മഹാസഭ കൂടപ്പുഴ ശാഖ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 8 വർഷക്കാലം വരെ സംസ്ഥാന പ്രസിഡന്റായി സംഘടനയെ നയിച്ച PK ശങ്കർദാസിനെയും ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് സൂപ്രണ്ടായി സേവനം അനുഷ്ഠിക്കുന്ന ശാന്ത ജയനെയും ചടങ്ങിൽ അനുമോദിച്ചു. ചാലക്കുടി യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ, കലാഭവൻ ജയൻ, KV അജി, PK സാജൻ, ശശി കോട്ടായി, PK സതീശൻ, MN വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിൻ്റെ നാളുകളും അതിനോടടുത്ത് നിൽക്കുന്ന ദിവസങ്ങളും ഒക്കെ മലയാളിയെ സംബന്ധിച്ച്, നമ്മളെ പോലെയുള്ള കേരളത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ഏറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. ഇതൊരു പക്ഷെ നമുക്ക് മാത്രം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നല്ല നാളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുച്ചിപ്പുടി നർത്തകി ഗീത പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് അധ്യക്ഷത വഹിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സംസ്ഥാന സംഘടനാ സെക്രട്ടറി NCT ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി മുരളി മാസ്റ്റർ, സമിതി സെക്രട്ടറി വനമിത്ര സുരേഷ് എന്നിവർ സംസാരിച്ചു. 7:30 മുതൽ നേപഥ്യ ശ്രീഹരി ചാക്യാർ അവതരിപ്പിച്ച ബാലചരിതം സൂത്രധാരൻ പുറപ്പാട് കൂടിയാട്ടം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 22-ന് അമ്മന്നൂർ കുട്ടൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, 23-ന് കലാമണ്ഡലം മിഥുൻ നായർ അവതരിപ്പിക്കുന്ന പൂതനാമോക്ഷം കഥകളി, 24-ന് S മഹാദേവൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി, 25-ന് ശ്രീജിത്ത് സത്യൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, 26-ന് വിഷ്ണു റാം അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി, 27-ന് വൈദേഹി സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 28-ന് ദത്ത സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആര്യദത്തയും പ്രിയദത്തയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 29-ന് തൃപ്പൂണിത്തറ സിദ്ധാർത്ഥും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി, 30-ന് അതിഥി പ്രാൺരാജ് അവതരിപ്പിക്കുന്ന ഭട്ടാസ്യ നൃത്തം, ഒക്ടോബർ 1-ന് കാർത്തിക് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി, 2-ന് U രാംനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 29-ന് വൈകിട്ട് പൂജവെപ്പും ഒക്ടോബർ 2-ന് രാവിലെ പൂജയെടുപ്പും തുടർന്ന് സമൂഹ അക്ഷര പുതുക്കലും നടക്കും. എല്ലാ ദിവസവും ബൊമ്മക്കുലു പ്രദർശനത്തോടൊപ്പം നവദുർഗാ പൂജയും ഉണ്ടാകും. പല ഭാവങ്ങളാണ് ആചരിച്ചു വരുന്നത്. പക്ഷെ ഇതെല്ലാം ഒന്നിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ക്രിയാശക്തി, അതേപോലെ സമചിത്തത, ജ്ഞാനം, ആത്മീയ ജ്ഞാനം, ഇത് മൂന്നും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,365 രൂപ, പവന് 82,920 രൂപ.
കിനാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. G20 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് തല കൺവെൻഷനും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. മാഞ്ഞൂർ BBLP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.